Good morning, all. Good morning, ma'am. Good morning. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നമ്മുടെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷൻ ആണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കോമ്പൻസേഷൻ ആണ്. എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഒരു കോമ്പൻസേഷൻ മാനേജ്മെന്റിനെ അല്ലെങ്കിൽ റെമ്യൂണറേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ രണ്ട് ഫാക്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇന്റേണൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷന്റെ അകത്തുള്ള ഫാക്ടേഴ്സ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എംപ്ലോയീസ്, അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ് സ്ട്രാറ്റജീസ്, പെർഫോമൻസ് അപ്രൈസൽ, ഓരോ എംപ്ലോയീസിന്റെയും പെർഫോമൻസ് ഇവാലുവേഷൻ കാര്യങ്ങളൊക്കെയാണ് ഇന്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷന് പുറത്ത് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ഓർഗനൈസേഷൻ, ഇത് ഓർഗനൈസേഷന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഫാക്ടേഴ്സ് കുറച്ചുണ്ട്. അതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തെല്ലാമാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നുള്ളത്. നോക്കാം. Following are the external factors which influence compensation. താഴെ പറയുന്നതാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഐ തിങ്ക് ലേബർ മാർക്കറ്റ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ലേ? പറഞ്ഞോ? ഓക്കെ, കുഴപ്പമില്ല. ലേബർ മാർക്കറ്റ് എന്ന് വെച്ചാൽ നമ്മളുടെ ലേബേഴ്സിന്റെ എമൗണ്ട് ആണ്. എന്ന് വെച്ചാല് എത്ര ലേബേഴ്സ് ഡിമാൻഡും ലേബേഴ്സിന്റെ സപ്ലൈയും ആണ് നമ്മളിവിടെ ലേബർ മാർക്കറ്റ് പറയുന്നത്. വെച്ചാല് നമ്മുടെ ഒരു കൺട്രീനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിനെ സംബന്ധിച്ച് ലേബേഴ്സ് കൂടുതലാണ്. വെച്ചാല് ജോലി ചെയ്യാൻ ആൾക്കാർ ഒരുപാടുണ്ട്, പക്ഷെ ജോലി കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വേജ് റേറ്റ് എന്ത് ചെയ്യും, കുറയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ എത്ര കുറവിന് വേജ് ഫിക്സ് ചെയ്താലും ആ ഒരു റേറ്റിൽ ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാകും. അപ്പോ ലോവർ വേജ് ആർ ഫിക്സ്ഡ് വെൻ ലേബർ ഡിമാൻഡ് ആർ ലെസ് than the labor supply. ലേബർ ഡിമാൻഡ് കുറവും ജോബ് കുറവും ലേബർ സപ്ലൈ കൂടുതലാണെങ്കിൽ നമ്മൾ ലോ വേജ് റേറ്റ് ആണ് ഫിക്സ് ചെയ്യുന്നത്. ലേബർ സപ്ലൈ ഈസ് ഷോർട്ട് എന്ന് വെച്ചാൽ ലേബർ ഡിമാൻഡ് കൂടുതലും ജോബുകളുടെ എണ്ണം കൂടുതലും ലേബർ സപ്ലൈ കുറവാണെങ്കിൽ നമുക്ക് ഹയർ റേറ്റ് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരും. എക്സാമ്പിൾ സ്കിൽഡ് ലേബേഴ്സിനൊക്കെയാണ് നമ്മൾ ഹൈ റേറ്റ് ഫിക്സ് ചെയ്യാറ്. സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിന്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ്. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഹൈ റേറ്റ് ആയിരിക്കും, നമ്മൾ ഹൈ വേജ് റേറ്റ് ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് എന്ത്, കോസ്റ്റ് ഓഫ് ലിവിങ്. നമ്മൾ നോക്കാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് എന്ത്, കോസ്റ്റ് ഓഫ് ലിവിങ്. നമ്മൾ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ടു ദ ലേബർ മാർക്കറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ലിവിംഗ്. ലേബർ മാർക്കറ്റിനെ സംബന്ധിച്ച് നെക്സ്റ്റ് ലേബേഴ്സിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് കോസ്റ്റ് ഓഫ് ലിവിംഗ്. നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, അവരുടെ നീഡ്സും കാര്യങ്ങളൊക്കെ മെറ്റ് ചെയ്ത് അവർക്ക് ജീവിക്കാൻ വേണ്ട ശമ്പളത്തെ അല്ലെങ്കിൽ ആ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞാൽ ജീവിത ചിലവ്. ജീവിത ചിലവ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മൾ ജീവിത ചെലവ് കൂടുമ്പോ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് അലവൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു ഇല്ലേ? ലാസ്റ്റ് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കോസ്റ്റ് ഓഫ് ലിവിംഗ് അലവൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഏതാണത്? ആ അലവൻസിന്റെ പേര് കോസ്റ്റ് ഓഫ് ലിവിംഗ് അലവൻസ്. ഇമ്പോർട്ടന്റ് ആട്ടോ. നിങ്ങൾ മോക്ക് ടെസ്റ്റ് കിട്ടിയില്ലാന്ന് വിചാരിച്ച് ഇമ്പോർട്ടന്റ് അല്ല. കോസ്റ്റ് ഓഫ് ലിവിംഗ് അലവൻസ് ഏതാണ്? മറന്നുപോയോ? ഓക്കെ, കുഴപ്പമില്ല. ഡിയർനെസ് അലവൻസിനെ തന്നെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ലിവിംഗ് അലവൻസ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ലിവിംഗ് അലവൻസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കമ്പനി എന്ത് ചെയ്യും, നമുക്ക് ഡിയർനെസ് അലവൻസ് കൂട്ടിത്തരും. അപ്പൊ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്ത്, കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഇൻ ദ ഇമ്പോർട്ടന്റ് ടു ദ ലേബർ മാർക്കറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ലിവിംഗ്. നമ്മുടെ ജീവിത ചിലവ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. നമുക്ക് റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്ത്, കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്നത്. ദിസ് മാറ്റർ ഈസ് ക്രൈറ്റീരിയൻ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് റൈസിംഗ് ദ പ്രൈസ്, ബട്ട് ഇറ്റ് ഈസ് ഫോർഗോട്ടൺ വെൻ ദ പ്രൈസ് ആർ സ്റ്റേബിൾ ഓർ ഫോളിംഗ്. അപ്പോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ സിറ്റുവേഷൻ വെച്ചാൽ നമുക്ക് എന്താ പറയാ, ഇൻഫ്ലേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ പണപ്പെരുപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്, ഡിപ്രഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇൻഫ്ലേഷൻ ആണ്, ഡിപ്രഷൻ ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ പ്രൈസിന്റെ സ്റ്റേബിൾ ഓർ ഫോളിംഗ്, നമ്മളുടെ ഒരു മൂല്യത്തിന്റെ ഇടിവ് അല്ലെങ്കിൽ അത് റൈസ് ചെയ്യുന്ന സിറ്റുവേഷനിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്നത്. പണപ്പെരുപ്പാണെന്ന് വിചാരിക്കുന്നത്. ചിലപ്പോൾ ഇൻഫ്ലേഷൻ ടൈമിൽ നമുക്ക്
ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ നമുക്ക് മുമ്പ് കിട്ടുന്ന ശമ്പളം കൊണ്ട് തികയില്ല, എക്സ്ട്രാ നമുക്ക് എമൗണ്ട് വേണ്ട വരും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കമ്പനി എന്ത് ചെയ്യുന്നത്, ഡിയർനെസ് അലവൻസ് നമുക്ക് തരുന്നത്. നമ്മുടെ ബേസിക് പേ അഫക്ട് ചെയ്യാത്ത രീതിയിൽ തന്നെ നമുക്ക് എന്ത് തരും അവര്, ഡിയർനെസ് അലവൻസ് ചെയ്യും, അലവൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. സോ നമുക്ക് ആ എമൗണ്ട് വെച്ച് കുറച്ചും കൂടി നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജീവിക്കാനായിട്ട് പറ്റും. അത് എല്ലാ കമ്പനീസും അങ്ങനെ തരുന്നില്ല. നല്ല കമ്പനീസുകൾ നമ്മുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഡിയർനെസ് അലവൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോ നമുക്ക് നോക്കാം, when the cost of living is rise, നമുക്ക് ജീവിത ചെലവ് കൂടുകയാണെങ്കിൽ and it is required to be remunerated by the payment of dearness allowance. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിയർനെസ് അലവൻസ് കമ്പനി നമ്മുടെ എംപ്ലോയീസിന് ഡിയർനെസ് അലവൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. ബേസിക് പേ ടു കണ്ടിന്യൂ അൺഇൻട്രപ്റ്റഡ്. അപ്പോൾ ഡിയർനെസ് അലവൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ബേസിക് പേയിൽ മാറ്റമൊന്നും വരില്ല. ബേസിക് പ്ലസ് ഡി എന്നാ പറയാറ്. ബേസിക് പേ എത്രയായിരിക്കും, ഇന്ന ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും, അതിൽ ചേഞ്ചസ് ഒന്നും വരില്ല. ഈ കോസ്റ്റ് ഓഫ് ലിവിംഗ് കൺസിഡർ ചെയ്തിട്ട് അവർക്ക് എന്ത് കൊടുക്കും, ഡിയർനെസ് അലവൻസ് കൊടുക്കും, DA പ്രൊവൈഡ് ചെയ്യും. സോ നമ്മുടെ എംപ്ലോയീസ് നല്ല രീതിയിൽ അവരുടെ ലൈഫ് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അവർക്ക് കിട്ടുന്ന ഡിയർനെസ് അലവൻസും ബേസിക് പേയും വെച്ചിട്ട് അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇനി ലേബർ യൂണിയൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ലേബർ യൂണിയൻ നമുക്കറിയാലോ, മിക്ക ഓർഗനൈസേഷനുകളും എന്തുണ്ട്, ലേബർ യൂണിയൻസ് ഉണ്ട്. സോ ലേബർ യൂണിയന്റെ കൺട്രോൾ ഉള്ള ഓർഗനൈസേഷൻസിൽ അല്ലെങ്കിൽ ലേബർ യൂണിയൻ ഉള്ള ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന് അവർക്ക് റീസണബിൾ ആയിട്ടുള്ള റെമ്യൂണറേഷൻ കൊടുക്കേണ്ടി വരും. കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആര് ചോദിക്കാൻ വരും, ലേബർ യൂണിയനിൽ നിന്ന് ക്വസ്റ്റ്യനിങ്ങും കാര്യങ്ങളൊക്കെ വരും. അവർ സ്ട്രൈക്ക് കാര്യങ്ങളിലേക്കൊക്കെ പോകും. അപ്പോൾ നമ്മളിവിടെ റീസണബിൾ ആയിട്ടുള്ള വേജ് ആയിരിക്കണം ലേബേഴ്സിന് എന്ത് ചെയ്യേണ്ടതായിട്ട് വരാം, ഫിക്സ് ചെയ്യേണ്ടത്. ഇവിടെ അൺഓർഗനൈസ്ഡ് സെക്ടർ ആണ് എന്ന് വെച്ചാല് ലേബർ യൂണിയൻസ് ഇല്ലാത്ത സിറ്റുവേഷൻ ആണ്. അവിടെ കമ്പനിയുടെ ഓണേഴ്സ് തന്നെയായിരിക്കും, എംപ്ലോയർ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, സാലറി ഫിക്സ് ചെയ്യുന്നത്. സോ അവരെന്ത് ചെയ്യും, ലെസ് ദാൻ ദ മിനിമം, അവർ മിനിമത്തെക്കാളും കുറച്ചൊക്കെ ഫിക്സ് ചെയ്യും. ലീഗൽ അല്ലെങ്കിൽ മിനിമം ലീഗൽ വേജിനേക്കാളും കുറവായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. കാരണം അവരോട് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. കാരണം എന്താണ്, അവിടെ ലേബർ യൂണിയനോ ലേബേഴ്സ് യുണൈറ്റഡോ അസോസിയേഷൻസോ അങ്ങനെ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ലെസ് ദാൻ ലീഗൽ മിനിമം വേജ് കൊടുത്താൽ പോലും ആരും ചോദിക്കാനൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു ഫാക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, റെമ്യൂണറേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ലേബർ യൂണിയൻ ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ സാലറി ആൻഡ് വേജ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഫ്രീഡം ഉണ്ടാവില്ല. കാരണം എംപ്ലോയീസിനെ അല്ലെങ്കിൽ ലേബർ യൂണിയൻസ് അല്ലെങ്കിൽ ലേബർ യൂണിയനിലെ റെപ്രസെന്റേറ്റീവിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ എംപ്ലോയീസിന് റിലേറ്റ് ചെയ്യുന്ന സാലറി റിലേറ്റ് ചെയ്യുന്ന ഏതൊരു ഡിസിഷൻസ് എടുക്കുമ്പോഴും ലേബർ യൂണിയൻസിൽ നിന്ന് അനുവാദം വാങ്ങിക്കേണ്ടതായിട്ട് വരും. സോ ലേബർ യൂണിയൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. ദെൻ യൂണിയൻ ഇൻഫ്ലുവൻസ് ഓൺ കോമ്പൻസേഷൻ ഡിസിഷൻ. ഇതിന് 3 കാര്യങ്ങൾ ഒരുമിച്ച് പറയാം. 3ഉം ഏകദേശം സെയിം ലൈനിൽ വരുന്നതാണ്. എന്താണ് യൂണിയൻ, നമ്മുടെ യൂണിയൻ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കോമ്പൻസേഷൻ ഡിസിഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ശരിക്കും നല്ലൊരു ലേബർ യൂണിയൻ ഉണ്ടെങ്കിൽ അവിടെ കോമ്പൻസേഷൻ ഡിസിഷൻസ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരാണെങ്കിൽ അതിൽ ആര് ഇടപെടും, ലേബർ യൂണിയൻസ് ഇടപെടും. ഇവിടെ അവർക്ക് അവിടെ നിന്ന് ന്യായമായൊരു ഇത് കിട്ടിയില്ല, നിയമപരമായിട്ട് അത് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ അവർ എന്തെങ്കിലും കോർട്ടിലേക്ക് പോകും. ലേബർ രജിസ്ട്രേറ്റീവ്സ് അങ്ങനെ ലേബർ മൂവ്മെന്റ്സ് സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ അവർ കണ്ടക്ട് ചെയ്യും. അതേപോലെ തന്നെ ലേബർ ലോസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോമ്പൻസേഷൻ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ മാനേജേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് മൈൻഡിലേക്ക് വരുന്ന ഒരു കാര്യമാണ്, ലേബേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം കൺസിഡറേഷനിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ലേബേഴ്സിന് സാലറി മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട്. സോ അവർ അത് എന്ത് ചെയ്യാൻ പാടില്ല, ലംഘിക്കാനായിട്ട് പാടില്ല. നമ്മള് എന്ത് സാലറി ആൻഡ് വേജ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മള് എന്താണ് ഈ ലേബർ ലോസും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, സാലറി ആൻഡ് വേജസ് മറ്റു കാര്യങ്ങളൊക്കെ എംപ്ലോയീസിന് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് നോക്കാം, തേർഡ് പോയിന്റ് ലേബർ യൂണിയൻ ആണ്. The presence or absence of labor organization often determines sustainable wage paid to the employee. നമ്മുടെ ലേബർ ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എംപ്ലോയീസിന് എത്ര വേജ് പേ ചെയ്യണം എന്നുള്ളത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ആര്, ലേബർ യൂണിയൻസ്. എംപ്ലോയർ ഓഫ് നോൺ യുണൈസ്ഡ് ഓർഗനൈസേഷൻ enjoy the liberty to fix wage. നോൺ യുണൈസ്ഡ് ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അൺഓർഗനൈസ്ഡ് ഓർഗനൈസേഷൻസ് ലേബർ യൂണിയൻസ് ഇല്ലാത്ത ഓർഗനൈസേഷൻ ആണെങ്കിൽ എംപ്ലോയർ ആയിരിക്കും അവിടെ എന്ത് ഫിക്സ് ചെയ്യുന്നത്,
വേജ് ഫിക്സ് ചെയ്യുന്നത്. സാലറി ആസ് ദേ വാണ്ടഡ്, അവരുടെ ഇഷ്ടത്തിന്, എംപ്ലോയറിന്റെ ഇഷ്ടത്തിനായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, സാലറി ഫിക്സ് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ലാർജ് സ്കെയിൽ അൺഎംപ്ലോയ്മെന്റ്, നമുക്കറിയാം കേരളം അല്ലെങ്കിൽ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ലാർജ് സ്കെയിൽ ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. എഡ്യൂക്കേഷൻ അനുസരിച്ചിട്ടുള്ള ജോബ് ഇന്നും ആർക്കും കിട്ടുന്നില്ല. പക്ഷെ നമ്മളെല്ലാവരും എന്ത് ചെയ്യാണ്, നമുക്ക് കിട്ടിയ ജോബ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. അൺഎംപ്ലോയ്മെന്റ് ആണ് അതിന് മെയിൻ ആയിട്ടുള്ള കാരണം. നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം എന്താണ്, അൺഎംപ്ലോയ്മെന്റ് ആണ്. These employers hire workers at little, എന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യുള്ളൂ, വർക്കേഴ്സിന് ലിറ്റിൽ ഓർ ഈവൻ ലെസ് ദാൻ ദ ലീഗൽ മിനിമം വേജ്. അവര് നമ്മൾ റിക്രൂട്ട് ചെയ്ത സമയത്ത് തന്നെ പറയും ഇത്ര എമൗണ്ട് ആണ് സാലറി എന്ന് വെച്ചാൽ ഈ മിനിമം വേജിലായിരിക്കും, മിനിമം വേജിനേക്കാൾ കുറവിൽ ഫിക്സ് ചെയ്യും. എന്നിട്ട് മേ ബി നിങ്ങളോട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. മേ ബി നമുക്ക് ജോലി അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കമ്പൽസറി നമ്മൾ ആ ഒരു ജോബിലേക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, കമ്പൽസറി നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അൺഓർഗനൈസ്ഡ് സെക്ടർ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അൺഓർഗനൈസ്ഡ് ലേബർ യൂണിയൻസ് അല്ലെങ്കിൽ ലേബർ യൂണിയൻസ് ഇല്ലാത്തൊരു കമ്പനി ആണെങ്കിൽ എന്താണ്, എംപ്ലോയർക്കായിരിക്കും എന്ത് ഫുൾ ലിബർട്ടി ഉള്ളത് വേജസ് ആൻഡ് സാലറി ഫിക്സ് ചെയ്യാനായിട്ട്. സാധാരണയായിട്ട് നമ്മള് അൺഎംപ്ലോയ്മെന്റ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. സോ ഇവിടെ എന്താണ്, എംപ്ലോയേഴ്സ് എന്ത് ചെയ്യും, എംപ്ലോയീസിന് കൊടുക്കുന്ന വേജ് ഒന്നല്ലെങ്കിൽ മിനിമം വേജ് അല്ലെങ്കിൽ ലെസ് ദാൻ ദ മിനിമം വേജ് ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. റീസണബിൾ വേജ് അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള വേജ് ഇന്ന് ഒരു സെക്ടറിലും ഏതൊരു സെക്ടർ എടുത്ത് നോക്കിയാലും എവിടെയും കിട്ടുന്നില്ല എന്ന് തന്നെയാണ് റിസർച്ചുകൾ പറയുന്നത്. An individual non-unionized company maybe pay more to its employee if they want to discourage them from forming one. Okay. And individual of non-unionized കമ്പനീസിലുള്ള ഇൻഡിവിജ്വൽസ് ചില കേസുകളിൽ കൂടുതലായിട്ട് എമൗണ്ട്സ് പേ ചെയ്യുന്നുണ്ട്. കാരണം നല്ല എംപ്ലോയീസ് ആണ്, സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണ് നമ്മുടെ സ്ഥാപനത്തിൽ. അവരെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ അവർക്ക് എമൗണ്ട് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോ ആദ്യം പറഞ്ഞത് സാധാരണ ലേബേഴ്സിന്റെ കാര്യമാണ് കേട്ടോ. ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന, കോമൺ ആയിട്ട് വർക്ക് ചെയ്യുന്ന ലേബേഴ്സിന്റെ കാര്യമാണ്. അത് കഴിഞ്ഞ് മാനേജ്മെന്റ് ലെവലിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ലെവലിലേക്ക് വരുമ്പോൾ മേ ബി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സാലറി കിട്ടുന്നുണ്ട്. The employees of strongly unionized companies to have no freedom in fixation of wages and salary. നമുക്ക് എംപ്ലോയീസ് നല്ല യൂണൈസ്ഡ് ആയിട്ടുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേബർ യൂണിയൻസ് ഉള്ള കമ്പനീസ് ആണെങ്കിൽ എംപ്ലോയർക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. വേജസ് ആൻഡ് സാലറി റിലേറ്റഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ അവർക്ക് ഒറ്റയ്ക്ക് പറ്റില്ല, എംപ്ലോയർക്ക് പറ്റില്ല. They are forced to engage the pressure of labor representatives. അത് പ്രഷർ ഉണ്ടാവും. ലേബർ റെപ്രസെന്റേറ്റീവ്സ്, നമ്മുടെ യൂണിയൻ ലീഡേഴ്സ്, അവരുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവാറുണ്ട്. ഈ സാലറി ആൻഡ് വേജ് സ്കെയിൽ ഫിക്സ് ചെയ്യുമ്പോൾ ലേബർ റെപ്രസെന്റേറ്റീവ്സിന്റെ നല്ല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാവും. കാരണം നമ്മുടെ എംപ്ലോയീസിന് മോശമെന്ന് അല്ലെങ്കിൽ അവർക്ക് ബാഡ് ആണെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തായാലും ലേബർ റെപ്രസെന്റേറ്റീവ്സ് സപ്പോർട്ട് ചെയ്യില്ല. Determine to pay scale, determination of the pay scale. അപ്പോൾ പേ സ്കെയിൽ ഫിക്സ് ചെയ്യാനായിട്ട് ഇവിടെ ആരുടെയും കൺസിഡറേഷൻ വേണം, ലേബർ റെപ്രസെന്റേറ്റീവ്സിന്റെ കൺസിഡറേഷൻ വേണം. നിങ്ങൾക്ക് അറിയാവുന്നതാണ് ലേബർ യൂണിയൻ. ലേബർ യൂണിയൻ ഉള്ളൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ സാലറി ആൻഡ് വേജ് ഫിക്സേഷന്റെ സമയത്ത് ലേബർ റെപ്രസെന്റേറ്റീവ്സ് ആൻഡ് ലേബർ യൂണിയൻ ലീഡേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ കൂടി വേണം. അല്ലാത്ത ഓർഗനൈസേഷൻ ആണെങ്കിൽ എംപ്ലോയർ തന്നെയായിരിക്കും ഫിക്സ് ചെയ്യുന്ന സാലറി ആൻഡ് വേജ്. അതിൽ ഫുൾ ഫ്രീഡം അദ്ദേഹത്തിനുണ്ട്. ദെൻ നമുക്കറിയാം ഇന്ത്യ പോലൊരു രാജ്യം എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. സോ എന്താ പറയുക, നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ജോലിയല്ല നമുക്ക് കിട്ടുന്നത്. എന്നിരുന്നാൽ പോലും ആൾക്കാർ ആ മിനിമം വേജിൽ വർക്ക് ചെയ്യാനായിട്ട് അവര് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അവർക്ക് സാലറി അത്ര പ്രശ്നമല്ല, ജോലിയാണ് അവർക്ക് ഇതുള്ളത്. അതുകൊണ്ട് സാലറി കുറവാണെങ്കിൽ പോലും വർക്ക് ചെയ്യാനായിട്ട് എംപ്ലോയീസ് ഇന്ന് അവൈലബിൾ ആണ്. ഇനി യൂണിയൻ ഇൻഫ്ലുവൻസ് ഓൺ കോമ്പൻസേഷൻ ഡിസിഷൻ ആണ് നമ്മൾ നോക്കുന്നത്. യൂണിയൻ ആൻഡ് ലേബർ റിലേഷൻ ലോ, നമുക്കറിയാം നമ്മുടെ ലേബർ യൂണിയൻസ് ഉണ്ട്, അതുപോലെ ലേബർ റിലേഷൻ ലോസ് ഉണ്ട്, ലേബർ ലോസുകളുണ്ട്, നമ്മൾ എന്താ പറയാ ലേബർ ആക്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഈ കോമ്പൻസേഷൻ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓൾസോ ഇൻഫ്ലുവൻസ് ദ കോമ്പൻസേഷൻ ഡിസൈൻ. നമ്മുടെ കോമ്പൻസേഷൻ പാക്കേജ്, സാലറി ആൻഡ് വേജ് പാക്കേജിനെ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ യൂണിയൻസും ലേബർ റിലേഷൻസും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. The various labor legislations and court decisions were legitimating the labor movements. നമ്മുടെ ലേബർ ലെജിസ്ലേഷൻസ് ഉണ്ട്, അതേപോലെ കോർട്ടിന്റെ ഡിസിഷൻസ് ഉണ്ട്.
കോർട്ട് ഓർഡർ പാസ്സാക്കുമ്പോൾ അത് എല്ലാവർക്കും തുല്യമായിട്ട് വരും. എന്നുവെച്ചാൽ എല്ലാ കമ്പനി ഫാക്ടറി അതേ മേഖലയിൽ വരുന്ന ഫാക്ടറീസിനൊക്കെ അത് എന്താ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ലേബർ മൂവ്മെന്റ്സ്, ഇപ്പൊ സാലറി കുറയുമ്പോൾ വേജ് കുറയുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? ലേബർ മൂവ്മെന്റ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ലേബർ സ്ട്രൈക്സ് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോവാറുണ്ട്. അപ്പൊ ഇതെല്ലാം എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? കോമ്പൻസേഷൻ മാനേജ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ലേബർ ലോസ്. നമുക്കറിയാം നമ്മുടെ കൺട്രിയിൽ ഒരുപാട് ലേബർ ലോസ് ഉണ്ട്. ലേബേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ലേബർ ലോസ് ഉണ്ട്. സോ നമ്മൾ എംപ്ലോയർ സാലറി ആൻഡ് വേജ് ഫിക്സ് ചെയ്യുന്ന സമയത്ത്, കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ലേബർ ലോസുകൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ലേബർ ലോസ് അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് സാലറി ആൻഡ് വേജ് ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്യാൻ. Union influence, labor laws. We have a various labor laws at the central as well as the state level. നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഒക്കെ ഒരുപാട് ലേബർ ലോസുകൾ ഉണ്ട്. സോ ദീസ് ലെജിസ്ലേഷൻസ് ആർ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് എംപ്ലോയീസ് ഇൻട്രസ്റ്റ്. നമ്മുടെ എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലോസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോമ്പൻസേഷൻ മാനേജ്മെന്റിന്റെ സമയത്ത് അല്ലെങ്കിൽ കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ലേബർ ലോസ് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്തിട്ട് വേണം എന്ത് ഫിക്സ് ചെയ്യാൻ, കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യാനായിട്ട്. സോ നമ്മൾ ഇന്ന് നോക്കിയത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ 5 ഫാക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കിയത്. ആദ്യം അതിൽ ലേബർ മാർക്കറ്റ് എന്താന്ന് പറഞ്ഞു, ലേബേഴ്സിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്തിനാ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, വേജ് പേയ്മെന്റ്, കോമ്പൻസേഷൻ ഫിക്സേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ലിവിംഗ്, നമ്മൾ ഒരു വ്യക്തിയുടെ ജീവിത ചെലവ് എന്ത് ചെയ്യുന്നുണ്ട്, കോമ്പൻസേഷൻ മാനേജ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ലിവിംഗ് അലവൻസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിയർനെസ് അലവൻസ് ആണ്, മറക്കരുത്, DA ആണ്. ലേബർ യൂണിയൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ലേബർ യൂണിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. കോമ്പൻസേഷൻ മാനേജ്മെന്റിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് ലേബർ യൂണിയൻ. ദെൻ യൂണിയൻ ഇൻഫ്ലുവൻസ് ഓൺ കോമ്പൻസേഷൻ ഡിസിഷൻ. കോമ്പൻസേഷൻ ഡിസിഷനെ യൂണിയൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലേബർ ലോസുകൾ, സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ലേബർ ലോസുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ 5 പോയിന്റ് വേഗം ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും.
റീഡ് ചെയ്ത് കഴിഞ്ഞോ? ക്ലിയർ ആണോ? 5 പോയിന്റും ഓക്കെ. ഇനി നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അടുത്ത 2 ഫാക്ടേഴ്സ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് തന്നെയാണ്. ഒന്ന് സൊസൈറ്റി ആണ്. നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ് കോമ്പൻസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ലേബേഴ്സ് എന്താ ചെയ്യുന്നത് നമുക്കറിയാലോ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ വൺ ഓഫ് ദ ഫാക്ടർ ആണ് ആര്, ലേബർ എന്ന് പറയുന്നത്. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാണ്, ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാണ്. സോ ഇത് നമ്മൾ സെയിൽ ചെയ്ത് എന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കോമ്പൻസേഷൻ. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എംപ്ലോയീസിന്, ലേബറിന്, അതേപോലെ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഫുൾ എമൗണ്ട്, ആ എമൗണ്ടിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. സോ നമ്മളുടെ സൊസൈറ്റി വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. കോമ്പൻസേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ ആണ് എന്ത്, സൊസൈറ്റി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. Compensation is paid to employee. It intimates that the price fixed by an organization for their goods and service. Compensation paid എന്ന് പറയുന്നത് എംപ്ലോയീസിന് കൊടുക്കുന്ന കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഫിക്സ് ചെയ്യുന്ന പ്രൈസ്, ഗുഡ്സ് ആൻഡ് സർവീസിന് ഫിക്സ് ചെയ്യുന്ന പ്രൈസ് ആയിട്ട് റിലേറ്റഡ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ സൊസൈറ്റി, നമ്മുടെ എന്താ പറയാ, എംപ്ലോയീസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് കാര്യങ്ങൾ, ഇപ്പൊ ഇൻഡസ്ട്രി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് ലോസും കാര്യങ്ങളുണ്ട്. ഇനി അത് വയലേറ്റ് ചെയ്തു, ആ ലോസ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കേസ് കൊടുക്കാനായിട്ട് പറ്റും. അതേപോലെ ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകൾ, നമുക്ക് എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേസ് ഫയൽ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. The Supreme Court, from its very inspection, has had to adjudicate industrial disputes, particularly dispute relating to the wage and allied problems of financial concern to the workers. അപ്പോൾ നമ്മൾ വർക്കേഴ്സ് ആയിട്ട് വേജ് റിലേറ്റഡ് ആയിട്ട്, വേജ് ആൻഡ് അലൈഡ് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സ് കാര്യങ്ങള് വർക്കേഴ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സോൾവ് ചെയ്യും. An ethical and social outlook liberty in the spirit of the constitution. അങ്ങനെ നമ്മുടെ സോഷ്യൽ ആൻഡ് എത്തിക്കൽ ആയിട്ട് നമ്മളുടെ ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങൾ അവരെന്ത് ചെയ്യും, ഫോളോ ചെയ്യും. ഒരു ഫ്രീഡം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മൾ വാച്ച് ചെയ്യാനായിട്ട്, നമ്മുടെ ഓർഗനൈസേഷൻസിനെ വാച്ച് ചെയ്യാനായിട്ട് ആരുണ്ട്, ഈ ലോസും അതേപോലെ തന്നെ ഫസ്റ്റ് പറയുകയാണെങ്കിൽ സുപ്രീം കോർട്ട്സ് എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനിയുടെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെയും ഈ ആക്ടിവിറ്റീസ് എല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. ഇനി അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഫയൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് എക്കണോമി എന്ന് പറയുന്നത്. The economy has its impacts on wage and salary fixation is the state of the economy. നമ്മളുടെ എക്കണോമിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ സാലറി ആൻഡ് വേജ് ഫിക്സേഷനിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ ആണ് എക്കണോമി എന്ന് പറയുന്നത്. While it is possible for some organizations to thrive in recession, there is no question that economy does not affect the remuneration decision. നമുക്കറിയാം ചില ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ എക്കണോമി ഡിഫറെന്റ് സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്. ഡിപ്രഷൻ, റിസഷൻ, ഇൻഫ്ലേഷൻ, അങ്ങനെ ഡിഫറെന്റ് സ്റ്റേജസിലൂടെ നമ്മുടെ എക്കണോമി എന്ത് ചെയ്യുന്നുണ്ട്, കടന്നു പോകുന്നുണ്ട്, നമ്മളുടെ എക്കണോമിക് സ്കെയിൽ കടന്നു പോകുന്നുണ്ട്. സോ നമ്മൾ ഈ റെമ്യൂണറേഷൻ ഡിസിഷനെ എക്കണോമി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇൻഫ്ലേഷന്റെ സമയത്തൊക്കെ ടിയർനെസ് അലവൻസ് കൊടുക്കുന്നത്. റിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക മാന്ദ്യമാണ്. ആ സിറ്റുവേഷനിലും നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ എംപ്ലോയീസിന് വേണ്ട ഫണ്ടും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൺട്രിയുടെ സാമ്പത്തിക അവസ്ഥ എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. വേജ് ഫിക്സേഷൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ പേര് മാത്രമേ പഠിക്കാനുള്ളൂ. എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, അതൊന്നും നമുക്ക് പഠിക്കാനുള്ള. ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റെമ്യൂണറേഷൻ ഡിസിഷനെ എക്കണോമി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി നമ്മൾ നോക്കുന്നത് ഇന്റേണൽ ഫാക്ടർ ആണ് കേട്ടോ. നമുക്കറിയാം ഓർഗനൈസേഷന്റെ അകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബിസിനസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്.
മെയിൻലി നമ്മൾ മൂന്നായിട്ടാണ് ആ ഫാക്ടേഴ്സിനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ബിസിനസ് സ്ട്രാറ്റജി ആണ്. നമ്മുടെ ബിസിനസ് കമ്പനി ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്ട്രാറ്റജി, അവർ ഫോളോ ചെയ്യുന്ന റൂൾസ്, പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് എന്ത് ചെയ്യുന്നുണ്ട്, ലേബർ അല്ലെങ്കിൽ കോമ്പൻസേഷൻ മാനേജ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പെർഫോമൻസ് അപ്രൈസൽ ജസ്റ്റ് ഒരു കാര്യമാണ്. പെർഫോമൻസ് ഇവാലുവേഷൻ, നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ കമ്പനി റെമ്യൂണറേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ ദ എംപ്ലോയീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് സെവർ എംപ്ലോയി റിലേറ്റഡ് ഫാക്ടേഴ്സ്. കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, റെമ്യൂണറേഷൻ എഫക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, സീനിയോറിറ്റി, അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാട്ടെ എന്തൊക്കെയാണ് എന്നുള്ളത് കേട്ടോ. ആദ്യം പറയുന്നത് ബിസിനസ് സ്ട്രാറ്റജി ആണ്. The overall strategy of the company which pursue the determination of the employees compensation. നമ്മുടെ കമ്പനിയുടെ മൊത്തത്തിലുള്ള മൊത്തത്തിലുള്ള ആ ഒരു ജീവനക്കാരുടെ ആ ഒരു എന്താ പറയാ ഡിറ്റർമിനേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, കോമ്പൻസേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ, നല്ല സത്യസന്ധതയോടുകൂടി നല്ല രീതിയിൽ നമുക്ക് ഡിറ്റർമിനേഷൻ ഉള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള സാലറി പാക്കേജ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. The strategy is to sustain and protect the current profit because of the declining fortune of the company. The compensation level were needed to be average or even below average. കമ്പനിക്ക് ഒരുപാട് നാള് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജി ഇങ്ങനെ സസ്റ്റെയിൻ ആണ്. അതേപോലെ പ്രൊട്ടക്ട് കറന്റ് പ്രോഫിറ്റ്, നമുക്ക് പ്രോഫിറ്റ് പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനി ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ കോമ്പൻസേഷൻ ലെവല് ആവറേജ്, ഒരു ആവറേജ് എമൗണ്ട് ആയിരിക്കും നമ്മളെ എംപ്ലോയീസിന് കൊടുക്കുന്ന കോമ്പൻസേഷൻ, ഓർ ഈവൻ ബിലോ ആവറേജ് ആയിരിക്കും കോമ്പൻസേഷൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് എംപ്ലോയീസ്. നമുക്കറിയാം എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്നതാണ് പെർഫോമൻസ്. ഓരോ എംപ്ലോയീസിന്റെയും ഇൻഡിവിജ്വൽ പെർഫോമൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനിയുടെ നമ്മൾ കമ്പനി കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ സീനിയോറിറ്റി എന്ന് വെച്ചാൽ സീനിയേഴ്സ്, നമ്മുടെ കമ്പനിയിൽ ഒരുപാട് നാളായിട്ട് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനാണെങ്കിൽ നമ്മൾ എന്താണ് കോമ്പൻസേഷൻ, ഹൈ കോമ്പൻസേഷൻ കാര്യങ്ങൾ ഫിക്സ് ചെയ്യും. ഫ്രഷേഴ്സിനാണെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള കോമ്പൻസേഷൻ ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്, അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എക്സ്പീരിയൻസ്, നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്കും ഒരു ഫ്രഷർക്കും കൊടുക്കുന്ന കോമ്പൻസേഷൻ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. പൊട്ടൻഷ്യൽ, സാധ്യത, അവർ നല്ല രീതിയിൽ വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അവർക്ക് നല്ല എമൗണ്ട് കൊടുക്കും. ഓർ ഈവൻ ഷർ ലക്ക് എന്ന് വെച്ചാൽ ഭാഗ്യം, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കോമ്പൻസേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മള് എംപ്ലോയീസിനെ കുറിച്ചാണ്. സെവറൽ എംപ്ലോയീസ് റിലേറ്റഡ് ഫാക്ടേഴ്സ് ഇന്ററാക്ട് ടു ഡിറ്റർമിൻ ഹിസ് ഓർ ഹർ റെമ്യൂണറേഷൻ. ഓരോ ഇൻഡിവിജ്വലിന്റെയും റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദീസ് ഇൻക്ലൂഡ് ദ പെർഫോമൻസ്, ഓരോ എംപ്ലോയീസിന്റെയും ഇൻഡിവിജ്വൽ പെർഫോമൻസ്, സീനിയോറിറ്റി, എക്സ്പീരിയൻസ്, പൊട്ടൻഷ്യൽ ആൻഡ് ഈവൻ ഷുവർ ലക്ക്. ഭാഗ്യം വരും, ചില എംപ്ലോയീസ് നല്ല ഭാഗ്യമാണെന്ന് നമ്മൾ പറയില്ലേ, അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റേണൽ എംപ്ലോയീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. എംപ്ലോയീസിന്റെ റെമ്യൂണറേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ നോക്കിയിട്ട് ഫസ്റ്റ് പറഞ്ഞത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആയിരുന്നു. അതിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മൾ 7 ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇന്റേണൽ ഫാക്ടേഴ്സ് മൂന്ന് ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ് മെയിൻലി ഡിസ്കസ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ ലാസ്റ്റ് പറഞ്ഞ സൊസൈറ്റി മുതൽ ഇന്റേണൽ ഫാക്ടേഴ്സ് വരെ ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും റീഡ് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും.
ഓക്കെ. എക്കണോമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ, നമ്മളെ രാജ്യത്ത് ഇപ്പോഴത്തെ സാമ്പത്തിക വ്യവസ്ഥ എന്താണെന്നുള്ളത് നമ്മളുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സാമ്പത്തിക വ്യവസ്ഥ നമുക്ക് പറയുകയാണെങ്കിൽ എക്കണോമിയിൽ നമുക്ക് പല സ്റ്റേജസിലൂടെ പറയാൻ പറ്റും. ചില സിറ്റുവേഷനിൽ ഇൻഫ്ലേഷൻ ആയിരിക്കും, പണപ്പെരുപ്പമായിരിക്കും നമ്മുടെ എക്കണോമിയുടെ ഒരു സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് ഡിപ്രഷൻ ആയിരിക്കും, മാന്ദ്യം വരും. നമ്മൾ കേട്ടിട്ടുണ്ടാവും മാന്ദ്യാണ് സാമ്പത്തിക, നമ്മൾ കോവിഡ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഡിപ്രഷൻ സ്റ്റേജസിലൂടെയാണ് കടന്നുപോയത്. ഡിപ്രഷന് തന്നെയാണ് റിസിഷൻ എന്ന് പറയുന്നത്, സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്നത്. ദെൻ അതിൽ സ്റ്റേജസ് ഉണ്ട്, പക്ഷെ ഗ്രോത്ത്, അതേപോലെ തന്നെ ഡിപ്രഷൻ, ഇൻഫ്ലേഷൻ, അങ്ങനെ കുറച്ച് സ്റ്റേജസിലൂടെയാണ് നമ്മുടെ എക്കണോമി എപ്പോഴും കടന്നു പോകുന്നത്. അപ്പോ നിങ്ങൾക്ക് എപ്പോഴാണ് വേൾഡ് ഡിപ്രഷൻ അതൊക്കെ കേട്ടിട്ടുണ്ടോ? ലോക സാമ്പത്തിക മാന്ദ്യം ഇപ്പൊ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് പോലും ഇന്ത്യനെ അത് വലിയ കാര്യമായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഈ കോവിഡ് കഴിഞ്ഞ സമയത്ത് നമുക്ക് സാമ്പത്തിക മാന്ദ്യം വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് കോവിഡ് കഴിഞ്ഞപ്പോ നമ്മൾ ഇൻഡസ്ട്രീസ് അധികം എന്ത് ചെയ്യുന്നുണ്ടായിരുന്നില്ല, നല്ല രീതിയിൽ വർക്കൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുപോലെ നമ്മുടെ GDP-യുടെ റേറ്റ്, ഗ്രോസ് ഡൊമസ്റ്റിക് ഇൻകം, GDP കുറഞ്ഞു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതെല്ലാം എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? എംപ്ലോയീസിന്റെ സാലറി ഫിക്സേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കോവിഡിന്റെ സമയത്തുള്ള കാര്യം ഞാൻ പറയാം. ആ സമയത്ത് എങ്ങനെയാണ് നമ്മൾ റിസിഷൻ സ്റ്റേജസിലൂടെ കടന്നു പോവാണ്. സാമ്പത്തിക മാന്ദ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യുന്ന സമയമാണ് ഉള്ള ടൈമായിരുന്നു എന്ത് റിസിഷൻ, ആ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോ സാലറി ആൻഡ് വേജ് ഫിക്സ് ചെയ്യുമ്പോൾ ലോ റേറ്റിലായിരിക്കും സാലറി ആൻഡ് വേജ് ഫിക്സ് ചെയ്യുന്നത്, കുറവിലായിരിക്കും സാലറി ആൻഡ് വേജ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോ ആ ഒരു വേജിന് വർക്ക് ചെയ്യാൻ ആൾക്കാരുണ്ടാവും, ആ ടൈമിൽ ആ ഒരു വേജിന് വർക്ക് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. പക്ഷേ ഇൻഫ്ലേഷൻ സമയമാണെന്ന് വിചാരിക്കും, പണപ്പെരുപ്പം അല്ലെങ്കിൽ എന്ന് വെച്ചാല് പ്രൈസിന് എല്ലാത്തിനും വില കൂടിയിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എക്കണോമിയിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? സാലറി ആൻഡ് വേജ് ഹൈ ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? സാലറി ആൻഡ് വേജ് ഫിക്സേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? അത് എക്കണോമിക്സ് ആണ്, അതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് ഉള്ളിലോട്ട് പോവാനേ. കാരണം ഓരോ സ്റ്റേജസ് എന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. റെമ്യൂണറേഷനെ എന്ത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമ്മൾ ഏത് രാജ്യത്താണ്, അതേപോലെ തന്നെ നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രി ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റേജസിലൂടെ എപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഈ എക്കണോമിക് ഫാക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സാലറി ഫിക്സേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഫാക്ടേഴ്സ് റീഡ് ചെയ്ത് നോക്കിയോ? ഇത് നമ്മളുടെ പോർഷൻ കംപ്ലീറ്റ് ആയില്ലേ? HRM-ന്റെ ടെസ്റ്റ് ഫുൾ കംപ്ലീറ്റ് ആയില്ലേ ഈ ഒരു ചാപ്റ്ററോട് കൂടി? ഏതെങ്കിലും പോർഷൻസ് മിസ്സിംഗ് ഉണ്ടോ? ഇല്ലാലോ? ഇല്ല. ഓക്കെ, കംപ്ലീറ്റ് ആയി. എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഏതൊക്കെയാണെന്ന് പറയാമോ? മാനേജ്മെന്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. മോക്ക് ടെസ്റ്റ് നന്നായിട്ട് നോക്കാം കേട്ടോ. നമുക്ക് മെയിൻ എക്സാമിന് നമ്മൾ പറയുമ്പോ ഇനി വരാൻ പോകുന്നത് നമുക്ക് അല്ലേ, നമുക്ക് വരാൻ പോകുന്നത് മൊഡ്യൂൾ എക്സാം അല്ലേ? ടാലന്റ് മാനേജ്മെന്റിൽ ഒരു അധികം ക്വസ്റ്റ്യൻസ് വരില്ല, നമുക്കറിയാം ചെറിയൊരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മള് ടാലന്റ് മാനേജ്മെന്റ് കീ ടാസ്കുകൾ ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഫൈൻഡിങ് ടാലന്റഡ് എംപ്ലോയീസ്, അക്യൂറിംഗ് ടാലന്റഡ് എംപ്ലോയീസ്, റിട്ടൈനിങ് എംപ്ലോയീസ്, ഓൾ ഓഫ് ദ എബോവ് ആയിരിക്കും ആൻസർ വരുന്നത്. നമ്മളത് കറക്റ്റ് ആയിട്ടുള്ളത് ടിക്ക് ചെയ്യാം.
ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് HCM എന്താണ് ഫുൾ ഫോം ചോദിക്കാം. അപ്പോൾ ടാലന്റ് മാനേജ്മെന്റിന്റെ മറ്റൊരു നെയിം എന്താണ് എന്ന് കൂടി ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് മിസ് ചെയ്യരുത്. കൺസെപ്റ്റ് ഓഫ് ടാലന്റ് മാനേജ്മെന്റ് ഈ പോയിന്റ്സ് ഉണ്ടോ, എന്നിട്ട് പ്ലാനിങ്ങിൽ വരുന്ന പോയിന്റ്സ് ഏതെല്ലാമാണ്, നോട്ട് ഫോളോയിങ് ദ പോയിന്റ് അങ്ങനെ ചോദിക്കില്ലേ, ആ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങളൊന്ന് നോക്കി വെക്കാം. സിഗ്നിഫിക്കൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, എന്നിരുന്നാലും സിഗ്നിഫിക്കൻസ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് റീഡ് ചെയ്ത് വയ്ക്കാം. ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിളിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ ഒന്നും കൂടി റിവൈസ് ചെയ്ത് നോക്കാം. നന്നായിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചു നോക്കാം. ദെൻ ടാലന്റ് മാനേജ്മെന്റ് ഇനിഷ്യേറ്റീവ്സ്, അതിൽ ജോബ് റൊട്ടേഷൻ എന്താണ്, അങ്ങനെ ചെറിയ ക്വസ്റ്റ്യൻസ് ഉള്ളിൽ നിന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് തന്നെ നോക്കിയാൽ മതി. കോമ്പൻസേഷൻ മാനേജ്മെന്റ് കൺസെപ്റ്റ് കാര്യങ്ങൾ നിങ്ങൾ റീഡ് ചെയ്യുക, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ചാപ്റ്റർ ഒന്ന് റീഡ് ചെയ്യുക. ഒരു പ്രാവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് റീഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സാമിന് അറ്റൻഡ് ചെയ്യാനായിട്ട് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കണം നന്നായിട്ട്. പക്ഷെ ഒരു പ്രാവശ്യം ഒന്ന് റീഡ് ചെയ്യണം എല്ലാവരും. നമ്മൾ ഇന്നിപ്പം ടാലന്റ് മാനേജ്മെന്റ് എക്സാം ആണെങ്കിൽ ആ ഒരു പേപ്പർ നന്നായിട്ടൊന്ന് റീഡ് ചെയ്യാം. എന്നിട്ട് എക്സാം പോയി കയറാം, അല്ലെങ്കിൽ എക്സാം എഴുതുന്നതിന് മുമ്പായിട്ട് ഒന്ന് റീഡ് ചെയ്ത് നല്ല സെറ്റ് ആക്കി വെക്കും. കാരണം എന്താണെന്ന് അറിയാമോ, ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ പക്ഷെ നിങ്ങൾക്ക് ആൻസർ അറിയാൻ പറ്റും, ചോദിക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ടെസ്റ്റ് ഒക്കെ നന്നായിട്ട് റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ 1 മിനിറ്റ് ഞാൻ എന്റെ ബുക്ക് എടുത്തിട്ട് വരാം, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്ന് റീഡ് ചെയ്ത് നോക്കട്ടെ ആ ചാപ്റ്റർ. 1 മിനിറ്റ്. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വാട്ട് ഈസ് ദ ലേബർ സപ്ലൈ മോർ ഹൈ വേജ്. അല്ലടാ, ലേബർ സപ്ലൈ കൂടുതലാണെങ്കിൽ, പക്ഷെ ലേബേഴ്സിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ വേജ് കുറവായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. കാരണം ഒരുപാട് പേര് വർക്ക് ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ ഏത് റേറ്റിൽ ഫിക്സ് ചെയ്താലും, ലോ റേറ്റിൽ ഫിക്സ് ചെയ്താലും അവിടെ ആ റേറ്റിൽ വർക്ക് ചെയ്യാനായിട്ട് എംപ്ലോയീസ് ഉണ്ട്. അപ്പൊ ലേബർ സപ്ലൈ മോർ ആണെങ്കിൽ ലോ വേജ് റേറ്റ് ആയിരിക്കും. ലേബർ സപ്ലൈ കുറവാണ്, ലേബർ സപ്ലൈ ലെസ് ആണെങ്കിൽ കുറച്ച് എംപ്ലോയീസ് ഉള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഹൈ വേജ് റേറ്റ് ഫിക്സ് ചെയ്യേണ്ടി വരും. ക്ലിയർ ആയോ? അപ്പോ ഞാൻ ഈ ടാലന്റ് മാനേജ്മെന്റിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് പറയുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനദർ ടേം യൂസ്ഡ് ഫോർ ടാലന്റ് മാനേജ്മെന്റ്. ടാലന്റ് മാനേജ്മെന്റിന് യൂസ് ചെയ്യുന്ന മറ്റൊരു നെയിം എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ HCMന്റെ ഫുൾ ഫോം എന്താണ്? അതും ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് തന്നെയാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. വാട്ട് ഡസ് ദ ടാലന്റ് മാനേജ്മെന്റ് ഇൻഡിക്കേറ്റ്? ടാലന്റ് മാനേജ്മെന്റ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അത് നമ്മളെ പോയിന്റ്സ് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. ടാലന്റ് മാനേജ്മെന്റ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അട്രാക്ടിങ്, ഇന്റഗ്രേറ്റിംഗ്, ഇംപ്രൂവിംഗ്, റിറ്റെയിനിങ് സ്കിൽഡ് വർക്കേഴ്സ്. നല്ല സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ അട്രാക്ട് ചെയ്യും, നമ്മളെ കമ്പനിയിലേക്ക് അട്രാക്ട് ചെയ്യുന്നു, അവരായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, അവരുടെ ഇംപ്രൂവ്മെന്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കാര്യങ്ങൾ, ദെൻ അവർ നമ്മുടെ കമ്പനിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യുന്നു. Then which of the following is included in the planning stage of talent management? ഞാൻ പറഞ്ഞില്ലേ, ആ ടാലന്റ് മാനേജ്മെന്റ് പ്ലാനിങ് സ്റ്റേജിൽ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്.
ആ പോയിന്റ്സ് നന്നായിട്ട് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. അപ്പൊ ഏതാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് ഒരു ക്വസ്റ്റ്യനാണ് വരുന്നത്. Then first option, conducting interview. B, developing job description and key role. C, providing orientation program. C, providing orientation program. And D, coaching the employees. അപ്പൊ നമ്മൾക്ക് ആ 3 പോയിന്റിൽ ഏത് പോയിന്റ് വേണമെങ്കിലും മാറി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ ഡെവലപ്പിംഗ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് കീ റോൾ ആണ് പ്ലാനിങ്ങിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം. ഇനി ബേസിക് പർപ്പസ് ഓഫ് ടാലന്റ് മാനേജ്മെന്റ് എന്താണ്? ബേസിക് പർപ്പസ്: recruit, develop, retain the best talent in the organization. നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ടാലൻസിനെ റിക്രൂട്ട് ചെയ്യുക, അവർക്ക് വേണ്ട ഡെവലപ്മെന്റ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. എന്നാൽ മാത്രമല്ല അവർ നമ്മുടെ സ്ഥാപനത്തിൽ നിലനിർത്തുകയും വേണം. ഓക്കെ, നമ്മൾ നോക്കുന്നത് ആ ഓരോ പ്ലാനുകളുടെ കാര്യം പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. Then developing plan ensures every organization has a formal career plan. എന്തെല്ലാം കാര്യങ്ങളാണ് ഡെവലപ്മെന്റ് പ്ലാൻ എൻഷുർ ചെയ്യുന്നത്? നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ പ്ലാനിലേക്ക് വരാണെങ്കിൽ എല്ലാത്തിലും അതിൻ്റെതായ പോയിന്റ്സുകൾ ഉണ്ട്. അപ്പൊ പോയിന്റ്സ് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, റീഡ് ചെയ്ത് നോക്കാം. ഓരോ പോയിന്റ്സ് വന്നിട്ട് ഏതാണ് റിലേറ്റഡ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാനുള്ള ചാൻസ്. Then confine how long individual remains in each job type is part of. എത്ര നാള് ആ ഒരു ജോബില് ആ ഒരു എംപ്ലോയി നിലനിന്നു എന്നത് ഏത് പ്ലാൻ ആയിട്ട് റിലേറ്റ് ചെയ്യും? ഏത് പ്ലാൻ ആയിട്ട് റിലേറ്റ് ചെയ്യും? ഹൗ ടു ലോങ് ദി ഇൻഡിവിജ്വൽസ് റിമെയിൻസ് ഇൻ ഈച്ച് ജോബ് ഏത് പ്ലാൻ ആയിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്? ഓർഗനൈസേഷണൽ പ്ലാൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത്. പിന്നെ റെഗുലർ കോച്ചിങ് session between the managers and the direct report belongs to which plan? അപ്പോൾ റെഗുലർ കോച്ചിങ് സെഷൻ ഒക്കെ വരുന്നത് ഏതാണ്? ഡെവലപ്മെന്റ് പ്ലാൻ ആണ്. അത് ആ പോയിന്റ് ഇവിടെ ഉണ്ടാവും കേട്ടോ. റെഗുലർ കോച്ചിങ് സെഷൻ ബിറ്റ്വീൻ ദ മാനേജേഴ്സ് ആൻഡ് സൂപ്പർവൈസർ ഡയറക്ട് റിപ്പോർട്ട്സ്. ഇതെവിടെയാണ്? ഡെവലപ്മെന്റ് പ്ലാൻ. ആ പോയിന്റ് ഉള്ളിൽ നിന്ന് ആ പോയിന്റ്സ് ചോദിച്ചതായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ പോയിന്റ്സ് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, റീഡ് ചെയ്തിട്ടുണ്ടാവണം. One major benefits of orientation that helps in reduce. Orientation, training and development കൊടുക്കുകയാണെങ്കിൽ ഏതൊരു കാര്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും? നമുക്കറിയാം, ലേബർ ടേൺ ഓവർ നമ്മുടെ കമ്പനിയിൽ നിന്ന് ലേബേഴ്സ് പിരിഞ്ഞു പോകുന്നത് നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് പറ്റും. Then കോമ്പൻസേഷൻ മാനേജ്മെന്റിന് നമ്മള് മറ്റു പേരുകൾ പറയുന്നുണ്ട് അല്ലെ. കോമ്പൻസേഷൻ മാനേജ്മെന്റിന് കുറച്ച് പേരുകൾ പറയുന്നുണ്ടായിരുന്നല്ലോ. ഏതൊക്കെയായിരുന്നു? വേജസ് ആൻഡ് സാലറി മാനേജ്മെന്റ്, ഓർമ്മയില്ലേ? അത് ഇമ്പോർട്ടന്റ് ആണ്. വേജസ് ആൻഡ് സാലറി മാനേജ്മെന്റ്, റെമ്യൂണറേഷൻ മാനേജ്മെന്റ്, then റിവാർഡ് മാനേജ്മെന്റ്. ഓൾ ഓഫ് ദ എബവ് ആവാം, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് is another name of the compensation management എന്ന് പറഞ്ഞിട്ട് ആയിരിക്കാം ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മൾ ഏതാണോ കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന നെയിം എന്നുള്ളത് സെലക്ട് ചെയ്യണം. ഓക്കെ, കോമ്പൻസേഷൻ മാനേജ്മെന്റ് മെയിൻലി റെഫേഴ്സ് ടു എന്താണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇറ്റ്സ് എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് ഓഫ് സൗണ്ട് കോമ്പൻസേഷൻ പോളിസി. നമ്മുടെ കമ്പനിക്ക് വേണ്ട നല്ലൊരു സൗണ്ട് ആയിട്ടുള്ള കോമ്പൻസേഷൻ പോളിസി എന്ത് ചെയ്യുക? എസ്റ്റാബ്ലിഷ് ചെയ്യുക. നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള ജോബുകൾ നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കുമ്പോൾ അവർ കുറച്ചും കൂടി മോർ കോൺഫിഡന്റ് ആവും. ആ ജോബ് ചെയ്യാൻ അവർക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും. ടാലന്റ് മാനേജ്മെന്റ് ഇനിഷ്യേറ്റ് മെയിൻലി എയിംസ് അറ്റ് പേഴ്സണൽ ഡെവലപ്മെന്റ് ആണ്. ഓരോ ഇൻഡിവിജ്വൽസിന്റെ പേഴ്സണൽ ഡെവലപ്മെന്റിനെയാണ് ടാലന്റ് മാനേജ്മെന്റ് കുറച്ചും കൂടി നല്ല രീതിയിൽ ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. നല്ലൊരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ എംപ്ലോയീസ് നല്ല രീതിയിൽ സക്സീഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു സീനിയർ പൊസിഷനിലേക്ക് നമ്മൾ എംപ്ലോയീസിനെ എന്ത് ചെയ്യുമ്പോൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ എന്താണ്? നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും നമ്മളും ഓർഗനൈസേഷൻ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. ലാസ്റ്റ് ഇന്നത്തെ മോക്ക് ടെസ്റ്റ് കിട്ടിയോ നിങ്ങൾക്ക്? ലാസ്റ്റ് ക്ലാസ്സിലെ മോക്ക് ടെസ്റ്റ് കിട്ടിയോ? കിട്ടിയില്ല. ചിലപ്പോൾ ഇന്നത്തേക്കായിരിക്കും ചിലപ്പോൾ അത് വരാം കേട്ടോ. അപ്പൊ മോക്ക് ടെസ്റ്റിലെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലെയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കാം.
നന്നായിട്ട് ടെൻഷൻ ഒന്നും അടിക്കാതെ തന്നെ എക്സാം എഴുതാൻ സിമ്പിൾ ആയിരിക്കുള്ളൂ. ഈ ചാപ്റ്ററിൽ എനിക്ക് തോന്നുന്നു 10 ക്വസ്റ്റ്യൻസ് നിസ്സാര ക്വസ്റ്റ്യൻസേ വരുന്നുള്ളൂ. കാരണം ചെറിയ ചാപ്റ്റർ ആണ്. നമ്മുടെ റെഗ്യുലറേഷൻ പോലെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ അല്ല ഇത്. അപ്പോ എന്താണ് കുറച്ച് ക്വസ്റ്റ്യൻസേ വരുന്നുള്ളൂ. എന്നാലും നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. ഒരു 2 ടൈംസ് എങ്കിലും നമ്മൾ ആ ടെസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എക്സാമിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? കറക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യുക, കറക്റ്റ് ആയിട്ട് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുക. ബെസ്റ്റ് വിഷസ്. ദെൻ നമ്മള് എനിക്ക് തോന്നുന്നു ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് ക്ലാസ് അല്ലേ? ലാസ്റ്റ് ക്ലാസ്. ഓക്കെ, അപ്പോ താങ്ക് യു ഓൾ. നമ്മൾ ഈ ജേണി കുറച്ച് നാളെ ഉണ്ടായിരുന്നല്ലോ ഒരുമിച്ച്, എന്നാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു ആൻഡ് വിഷ് യു ഹാപ്പി ഓണം. നമുക്ക് ഓണമൊക്കെ കഴിഞ്ഞിട്ടാണ് എക്സാം, അതുകൊണ്ട് ടെൻഷൻ ഒന്നും അടിക്കേണ്ട. ഓണത്തിലേക്ക് സമയത്ത് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് അതൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വരും കേട്ടോ. ഈ ക്ലാസ് ഉണ്ടോ എന്നുള്ളത് ഇൻഫർമേഷൻ വരും. ടീച്ചേഴ്സ് എനിക്ക് തോന്നുന്നു എല്ലാവരും റിവിഷൻ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? എല്ലാ ടീച്ചേഴ്സും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു മെയിൻ എക്സാം ആയിരിക്കും എന്നാണ് എനിക്കൊരു ഓർമ്മ. അതേപോലെ ഇന്നിപ്പോ എന്താണ് ഓണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. നാളെ മുതൽ നമുക്ക് ഓണം വെക്കേഷൻ ആണ്. അത് കഴിഞ്ഞ് ഒരു വീക്ക് നിങ്ങൾക്ക് സ്റ്റഡി ലീവ്. ദെൻ നമുക്ക് ടേം 2 എക്സാം, ദെൻ മെയിൻ എക്സാംസ് ആണ് വരുന്നത്. സോ അപ്പൊ ഹാപ്പി ഓണം. ഞാൻ 1 മിനിറ്റ് കേട്ടോ. താങ്ക് യു. ഹാപ്പി ഓണം. സോളി മിസ്സിന് എന്തെങ്കിലും പറയാനുണ്ടെന്ന് ചോദിച്ചിട്ട് വരാം കേട്ടോ. 1 മിനിറ്റ്. മിസ്സിന് നമുക്ക് കേരളത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Hi, good morning all. Good morning, ma'am. നമ്മുടെ ക്ലാസ്സിലത്തോടുകൂടി അല്ലേ? ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവരും പഠിക്കുക നന്നായിട്ട്. എന്തായാലും ചറം കോഴ്സ് കൊണ്ട് ഇപ്പോ നല്ല ഒരു വേക്കൻസി ഉള്ളൊരു ടൈമാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഇത് വെച്ച് തന്നെ മുന്നേറാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നിങ്ങൾക്ക് സ്റ്റഡി ലീവും സംഭവങ്ങളൊക്കെ എന്തായാലും അറിയാം. മാനേജ്മെന്റിന് ഇൻഫോർമേഷൻസ് ലഭ്യമാകും.
ഓക്കെ, ഞാൻ അടുത്തൊക്കെ പഠിച്ചു തുടങ്ങിയോ? ആഴ്ചയൊക്കെ തുടങ്ങിയോ? കുറച്ചൊക്കെ വായിച്ചു തുടങ്ങി അല്ലേ? ഓക്കെ, എങ്ങനെയാ നമുക്ക് ക്ലാസ് ഒക്കെ ഓക്കെ ആണോ? എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ ഇനിയും പെൻഡിങ് ഉണ്ടോ വായിച്ചു തുടങ്ങിയപ്പോൾ? നമ്മളെ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. എക്സാമിന് ഭയങ്കര റിസ്ക് എടുത്ത് ചെയ്യേണ്ട കാര്യമില്ല, കാരണം വലിയ വൈഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. എന്നാലും മോക്ക് ടെസ്റ്റ് ഒക്കെ ഉൾപ്പെടുത്തിയ ക്വസ്റ്റ്യൻസും ജസ്റ്റ് ആ ഒരു ഇത് നമുക്കറിയാം അല്ലെ, ഒരു വലിയ ചാപ്റ്ററിലൊക്കെ എല്ലാത്തിലും എന്താണ്, ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാത്തിലും ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, സ്കോപ്പ് ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്, കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് അല്ലെ, ഡെഫിനിഷനുകളെല്ലാം തന്നെയുണ്ട്. അപ്പൊ നിങ്ങൾ മാറിപ്പോവാതിരിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. അതായത് ജസ്റ്റ് അതിന്റെ ആ ഒരു എന്താ പറയാ കാര്യം ഇൻവോൾവ് ചെയ്ത് മനസ്സിൽ കീപ്പ് ചെയ്ത് വെച്ചാൽ തന്നെ അതിൽ വരുന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു രീതിയിൽ തന്നെ പഠിച്ച് പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്തായി, ഓണമൊക്കെ അടുത്ത് വീടുകളിലൊക്കെ ഒരുങ്ങി തുടങ്ങിയോ? കുട്ടികളൊക്കെ കാണും അല്ലെ, എല്ലാവർക്കും വെക്കേഷൻ ടൈമാണ്. ഈ സമയങ്ങളിലൊക്കെ തുടങ്ങി. ഈ സമയങ്ങളിലൊക്കെ നിങ്ങൾക്കും എന്താ പറയാ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാനായിട്ടുള്ള അവസരമാണ്. എക്സാമിന്റെ ഡീറ്റെയിൽസ് എന്തായാലും തരും, ഇച്ചിരി കഴിഞ്ഞിട്ടായിരിക്കും, കുറച്ച് സ്റ്റഡി ലീവ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷമായിരിക്കും എക്സാം ഉണ്ടാവുക. ഓക്കെ, ഒരു മോഡൽ എക്സാം കഴിഞ്ഞല്ലോ, ഒരു എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ലേ? അതെ അതെ, ഒന്ന് കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. ആ മോഡലൊക്കെ തന്നെയായിരിക്കും, വലിയ ടെൻഷൻ അടിക്കേണ്ട ഒരു രീതിയൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ ആ രീതിയിലൊക്കെ തന്നെ പ്രിപ്പയർ ചെയ്യാം. തന്നെ എന്തായാലും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കാം. പിന്നെ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് നമ്മള് എന്താ പറയാ വീട്ടില് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഇറങ്ങിത്തിരിക്കാം. നമ്മൾക്കുള്ള കോൺഫിഡൻസ് ആണ് നമ്മൾ ജോലി നേടിയെടുക്കുന്നത്. അത് ഒരുപാട് സർട്ടിഫിക്കറ്റിനേക്കാളും എന്താ പറയുക സ്മാർട്ടായിട്ട് തന്നെ ഇരിക്കുക. എന്ത് വന്നാലും നമുക്ക് അത് ചലഞ്ചായിട്ട് എടുത്തിട്ട് മുന്നേറാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ വരുമ്പോ തന്നെ നമുക്കൊരു ജോലി നേടിയെടുക്കാനായിട്ട് എളുപ്പം സാധിക്കും. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനായിട്ടോ? പ്രത്യേകിച്ചില്ല. ഓക്കെ, ഹാപ്പി ഓണം മാം. ഹാപ്പി ഓണം, എല്ലാവർക്കും ഹാപ്പി ഓണം. ഓൾ ദി ബെസ്റ്റ്. എക്സാം ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. ഞാൻ എക്സാമിനേക്കാളും നിങ്ങളോട് പറയുന്നത് ജോലി എങ്ങനെയെങ്കിലും നേടിയെടുക്കും. എത്രയും പെട്ടെന്ന് നമ്മൾ ഇറങ്ങിത്തിരിക്കുക. നമുക്കായിട്ട് നമ്മളുടെ അടുത്തേക്ക് വന്ന ആരും ജോലി തരില്ല, നമ്മളായിട്ട് ഇറങ്ങിത്തിരിച്ച് ഒരു ജോലി നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ജോലി ഉള്ളവരുണ്ടാവാം, അപ്പൊ അതൊരു എന്താണ് ഇച്ചിരി കൂടി നല്ലൊരു സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ്, കുറച്ചും കൂടി പ്രൊമോഷൻ സാധ്യതയുള്ള രീതിയിലേക്ക് എടുക്കാനൊക്കെ സാധിക്കുക. അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. എനിവേ ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ഹാപ്പി ഓണം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you.